സുഹൃദ് എന്നതിൻ്റെ മലയാളമാണ് വിരക്തി. ഖുർആനിൽ ഹദീസിലെല്ലാം ധാരാളമായി പ്രയോഗിക്കപ്പെട്ട പദമാണ് സുഹൃദ്, വിരക്തി. അഥവാ ഭൗതികമായ കാര്യങ്ങളിൽ ആവശ്യത്തിലേറെ മുഴുകാതിരിക്കുക, അതിൽ വലിയ താല്പര്യം കാണിക്കാതിരിക്കുക, ദുനിയാവിനേക്കാളേറെ ആഖിറത്തിന് പ്രാമുഖ്യം നൽകുക എന്നതാണ് സുഹൃദ് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ സുഹൃദ് വലിയ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ട ഒന്നാണ്. പിന്നീട് തസവൂഫ് രംഗത്ത് വന്നപ്പോഴാണ് സൂഫിസവും സുഹൃദും ഒന്നിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും സുഹൃദിൽ അറിയപ്പെട്ടവരൊക്കെ സൂഫി നേതാക്കളാണ് എന്ന് സൂഫികൾ പരിചയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ നമുക്ക് ശേഷം പറയാം. ഏതെന്നാലും അതാണ് ഇവിടെ ഹെഡിങ്ങായി നൽകിയിരിക്കുന്നത്. ഈ ഹദീസിൽ സുഹൃദിനുള്ള വിരക്തിക്കുള്ള പ്രോത്സാഹനം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിരക്തി എന്ന ഒരു ഹെഡിങ് ഈ പാഠത്തിന് നൽകപ്പെട്ടത്. അൻ സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി ഖാല ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനില്ലാഹ് വഅഹബ്ബനിന്നാസ് ഖാല ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. ഇബ്നു മാജ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു ആണ്. നമ്മുടെ പാഠങ്ങളിൽ ഇതുവരെ ആ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അബുൽ അബ്ബാസ് എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചെറിയ സ്വഹാബിമാരിൽപ്പെട്ട ആളാണ്. പ്രായം കൊണ്ട് സഹ്ൽ ഇബ്നു സഅദ്. നബിതങ്ങൾ മദീനയിൽ വരുമ്പോൾ സഹ്ലിന് 5 വയസ്സ് പ്രായമാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഹിജ്റയുടെ 5 കൊല്ലം മുമ്പ് അദ്ദേഹം ജനിച്ചത് എന്ന അഭിപ്രായപ്രകാരം നബിതങ്ങൾ ഹിജ്റയായി മദീനത്ത് വരുമ്പോൾ അദ്ദേഹത്തെ 5 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടിയാണ്. ബാപ്പാൻ്റെ കൂടെ അന്ന് അദ്ദേഹം മദീനത്തുണ്ട്. സഹ്ൽ അൻസാരിയാണ്. അതുകൊണ്ട് തന്നെ അൻസാരിയാണ്. ബാപ്പയും അൻസാരിയാണ്. ബാപ്പ സ്വഹാബിയാണ്. നബിയെ സഹായിച്ച, നബിക്ക് സപ്പോർട്ട് നൽകിയ സ്വഹാബിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായ സഅദ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് മരണപ്പെട്ട സ്വഹാബി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബാപ്പ സഅദ് കുടുംബക്കാരനായ സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ മാലിക് എന്നാണ് അറിയപ്പെടുന്നത്. സഅദ് ബിൻ മാലിക് അൽ ഖസ്റജി. അദ്ദേഹം നബിയെ സഹായിച്ച, നബിക്ക് ഒരുപാട് സപ്പോർട്ട് നൽകിയ അൻസ്വാരിയാണ്. നബിയുടെ ജീവിതകാലത്ത് അദ്ദേഹം മരണപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാണ് സഹ്ൽ. ചെറിയ പ്രായമാണ് നബി തങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീട് നബിയുടെ കൂടെ പല ദൗത്യങ്ങളും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തബൂക്ക് യുദ്ധത്തിൽ നബിയോടൊപ്പം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രങ്ങളൊക്കെ കാണുന്നത്. ഖിബില മാറിക്കൊണ്ട് ആയത്തിറങ്ങിയ സമയത്ത് 2 ഖിബിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച പള്ളിയുണ്ട്, മസ്ജിദ് ഖിബിലത്തൈൻ. ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ആളാണ് സഹ്ൽ ഇബ്നു സഅദ്. നിസ്കാരം നടക്കുന്നതിനിടയിലാണ് അപ്പുറത്ത് മദീന പള്ളി നിസ്കരിച്ച് വന്ന സ്വഹാബി പറഞ്ഞത് ഖിബില മാറിയിട്ടുണ്ട്, ആയത്തിറങ്ങിയിരിക്കുന്നു, കഅബയാണ് ഇനി മുതൽ ഖിബില എന്ന് പ്രഖ്യാപിക്കുകയും ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ ജമാഅത്ത് ഈ വാർത്ത കേട്ട ഉടനെ നിസ്കാരത്തിൽ തന്നെ അവർ നേരെ ഒന്നാകെ തിരിഞ്ഞ് കഅബയിലേക്ക് തിരിയുകയും ചെയ്തു. അതാണ് മസ്ജിദ് ഖിബിലത്തൈൻ. അപ്പോൾ ആ മസ്ജിദ് ഖിബിലത്തൈനിൽ 2 ഖിബിലയിലേക്കും നിസ്കരിച്ച ആളാണ് സഹ്ൽ ഇബ്നു സഅദ്. ചെറുപ്പമായിരിക്കും, ചെറിയ കുട്ടികൾക്കും 2ലേക്കും അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്. നബിയുടെ ശേഷം അദ്ദേഹം ദീർഘമായ കാലം ജീവിച്ചു. അദ്ദേഹം 100 വയസ്സ് അല്ലെങ്കിൽ അത് തൊട്ട് താഴെ ഉള്ള ആയുസ് വരെ ജീവിച്ചു എന്നാണ് പൊതുവെ ചരിത്രത്തിൽ പറയപ്പെടുന്നത്. ഹിജ്റ 90 അല്ല 95 എന്നൊക്കെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കാണാൻ കഴിയും. പ്രബലാഭിപ്രായം ഹിജ്റ 90 എന്നാണ്. 90 മരിക്കുമ്പോൾ 95 വയസ്സ് ഏതായാലും ഉണ്ടാകും. നബി വരുമ്പോൾ 5 വയസ്സാണ് എന്നതാണ് ശരിയെങ്കിൽ, അതല്ല നബി വരുമ്പോൾ അതിലേറെ പ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മരിക്കുമ്പോൾ 95-ലേറെ പ്രായം ഉണ്ടാവും. ഇന്നത്തെ പോലെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എഴുതിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് ആവശ്യമില്ല. ഒരു ഫോം പൂരിപ്പിക്കാനില്ല, പാസ്പോർട്ടില്ല, ആധാറില്ല, റേഷൻ കാർഡില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ പൊതുവെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് കൃത്യമായി അങ്ങനെ ഇന്ന വർഷം എന്നൊന്നും അന്നത്തെ പല വിഷയത്തിലും ഉണ്ടാവില്ല. അന്നത്തെ ശൈലി എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായാൽ
അവിടെ നിന്ന് കണക്കൂട്ടും. ആ സംഭവത്തിന് 5 കൊല്ലം മുമ്പ്, അതിന് 10 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്നൊക്കെയാണ് അന്ന് പൊതുവെ കണക്കൂട്ടുക. അന്ന് അത്രേ കണക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ കൃത്യമായ ഡേറ്റും മാസവും തീയതിയൊന്നും അങ്ങനെ അന്ന് അവർക്ക് ആവശ്യമില്ല. പിന്നെ അതിലും വലിയ സംഭവം പാടില്ലുണ്ടായാൽ ഇത് ഒഴിവാക്കും, പിന്നെ അയിമനാണ്ട് കണക്കൂട്ടും. പിന്നെ അതാണ് ആവശ്യമാണ്. ഇപ്പം ആകെ ഒരു കണക്കൂട്ടേണ്ടി വരിക ഒരു 10, 15, 20 കൊല്ലം കണക്കൂട്ടേണ്ടി വരിക. അല്ലാതെ ഒന്നാകെ നൂറ്റാണ്ടുകൾ ഇങ്ങനെ കണക്കൂട്ടി കൊണ്ടുപോയി നമ്മൾ 2022 എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒന്നാകെ കണക്ക് കൊണ്ടുള്ള ആവശ്യം അവർക്കന്ന് ഉണ്ടായിട്ടില്ല. അപ്പം ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, നാട്ടിലെ പ്രധാന സംഭവങ്ങൾ, ആ സംഭവത്തേക്ക് ചേർത്തിക്കൊണ്ട് ആ സംഭവം കഴിഞ്ഞ് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ സംഭവത്തിന് ഇത്ര കൊല്ലം മുമ്പ് എന്നൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഖുറൈശികൾ നബിതങ്ങൾ വരുന്ന കാലത്തൊക്കെ അവിടെ ഉപയോഗിക്കുന്ന കണക്ക് ആമുൽ ഫീലാണ്. ആമുൽ ഫീൽ, ആനക്കര വർഷം. കഅബ പൊളിക്കാൻ അബ്രഹത്തും സംഘവും ആനപ്പടയുമായി വന്നത്. അപ്പം മക്കക്കാരെ സംബന്ധിച്ചത് വലിയൊരു ചരിത്രത്തെ വലിയ സംഭവമാണ്. അപ്പോൾ അതിനുശേഷം എന്തുണ്ടാവുമ്പോഴും ആമുൽ ഫീലിന് അവിടുന്ന് 5 കൊല്ലം കഴിഞ്ഞ്, ആമുൽ ഫീൽ കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. അല്ലെങ്കിൽ ആമുൽ ഫീലിൻ്റെ 2 കൊല്ലം മുമ്പാണ്, അതിന് 4 കൊല്ലം മുമ്പാണ് എന്ന് പറയും. അതായിരുന്നു അന്ന് അവരെ ശൈലി.